ഇന്ന് നമുക്ക് കണ്ണൂർ സ്റ്റൈൽ മുട്ടയും പഴവും വറുത്തത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണം. എന്നാൽ ഒരുപാട് പഴുത്ത് പോകാനും പാടില്ല. നമുക്ക് ഈ പഴത്തിനെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ ഓരോ പഴവും 4ആയി കീറി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. മുഴുവൻ പഴവും ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നെയ്യ് ചേർക്കുന്നുള്ള ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും നെയ്യ് ചേർക്കാം. കട്ട് ചെയ്ത് വെച്ച പഴം നമുക്ക് ഈ പാനിലേക്ക് ഇടാം. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ പഴം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചേർക്കാം. ഈ മുട്ട ഒന്ന് പകുതിയോളം വെന്ത് വരണം. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചേർത്ത നെയ്യ് കുറച്ച് കുറവാണ്. നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് വീണ്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയും പഴവും വേറെ വേറെ ആയി വരുന്നത് വരെ ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നിർബന്ധമില്ല. മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മുട്ടയും പഴവും വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.